Hello, my beautiful subscribers. Welcome back to my YouTube channel, Ponu Streams. സോ എല്ലാവർക്കും എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെയർ ട്രീറ്റ്മെൻ്റ് ആണ്. അതായത് 7 ഡേയ്സിനുള്ള ഹെയർ ട്രാൻസ്ഫർമേഷൻ വീഡിയോ ആണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഹെയർ ഡാമേജ്ഡ് ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബ്രേക്കേജ് ആയിട്ടുണ്ടെങ്കിൽ, സ്പ്ലിറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം ഒരു ഹോം റെമഡി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞ് നിങ്ങൾ നോക്കി പരീക്ഷിച്ചതിന് ശേഷം ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫ്ലാക്സ് സീഡ് ആണ്. ഫ്ലാക്സ് സീഡ് നിങ്ങൾക്ക് അറിയാമായിരിക്കും, കാരണം ഇപ്പം എല്ലായിടത്തും ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സീഡ്സിലൊന്നാണ് ഫ്ലാക്സ് സീഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫ്ലാക്സ് സീഡ് നമ്മുടെ ഹെയറിന് മാത്രമല്ല, നമ്മുടെ സ്കിന്നിനാണെങ്കിൽ പോലും ഭയങ്കര ഒരു അമേസിങ് ആയിട്ടുള്ള റിസൾട്ട് തരുന്ന ഒന്നാണ്. കാരണം ഫ്ലാക്സ് സീഡിന് അത്രയും ഗുണങ്ങളുണ്ട്. പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്, നൊറിഷ്മെൻ്റ് ഉണ്ട്. അതുമാത്രമല്ല, ഒരുപാട് സപ്ലിമെൻറ്റ്സ് അതിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഹെയറൊക്കെ ഭയങ്കരമായിട്ട് ഇരട്ടിയായിട്ട് ഗ്രോ ചെയ്യാൻ മാത്രമല്ല, അത് ഹെയർ ഡാമേജ് ആയിരിക്കുന്ന ഹെയർ അല്ലെങ്കിൽ ഹെയർ ഫാൾ ഉള്ള ഒരാൾ ഈ ഫ്ലാക്സ് സീഡ് ജെല്ല് യൂസ് ചെയ്യുമ്പം എന്തുമാത്രം റിസൾട്ട് ഇടുന്നുണ്ട് നിങ്ങൾക്കത് യൂസ് ചെയ്തതിനാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. സോ അപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പം ഫ്ലാക്സ് സീഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്ലാക്സ് സീഡിൽ ഒമേഗ 3 ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ട് എടുത്തു പറയേണ്ട ഒരു ഗുണമാണ്. ഒമേഗ 3 അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മുടി നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ സഹായിക്കും. അപ്പം ഇതാണ് ഇന്നത്തെ ഫ്ലാക്സ് സീഡ് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പം നമുക്ക് ആപ്ലിക്കേഷൻ ഓഫ് ദി പ്രോസസ്സിലേക്ക് പോകാം. ആപ്ലിക്കേഷൻ ഓഫ് ദി പ്രോസസ്സ്, ഫസ്റ്റ് നമ്മളൊരു പാൻ അതിലേക്ക് വെച്ചതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള വെള്ളം, അതായത് കാൽഭാഗം ആണെങ്കിൽ പോലും നിങ്ങളുടെ മുടിയുടെ ലെന്ത് അനുസരിച്ച് വെള്ളം അതിലേക്ക് ഒഴിക്കുക. അതിനുശേഷം ഫ്ലാക്സ് സീഡ് ഒരു 2-3 ടേബിൾ സ്പൂണോളം ഫ്ലാക്സ് സീഡ് ആ സ്പൂണിൽ നിറയും പാകത്തിനൊത്ത് വേണം എടുക്കാനായിട്ട്. എന്നിട്ട് എടുത്തതിന് ശേഷം ഒരു മീഡിയം ലെവലിൽ, ഇപ്പോൾ ഗ്യാസിലാണ് വെക്കുന്നത്, ഞാൻ ഇൻഡക്ഷൻ കുക്കറിലാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിലും ഗ്യാസിലാണെങ്കിലും എല്ലാം ഇച്ചിരി ലോയിലായിട്ട് വെക്കാൻ ശ്രദ്ധിക്കുക. ലോയിൽ വെച്ചാൽ മാത്രമേ അതിൻ്റെ ജെല്ല് ഫോമായി വരുള്ളൂ. സോ അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങളൊരു 10 മിനിറ്റ്സോളം വെച്ചാൽ മതി, അല്ലെങ്കിൽ 5 മിനിറ്റ്സോളം വെച്ചാൽ മതി. അടി പിടിക്കാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം. സോ അതിനുശേഷം നിങ്ങളത് പിടിച്ചതിന് ശേഷം അതിൽ ജെൽ ഫോം ആകുമ്പം നിങ്ങൾക്ക് അതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. കാരണം പശ പോലെ ഇരിക്കും. നമ്മളിത് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഒരു പാകമാണ് അതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അതിൻ്റെ ജെല്ല് അതിലേക്ക് ഇറങ്ങി ഇറങ്ങി വരുവാണ്. എന്നിട്ട് അതിൽ ഒരു അരിപ്പ വെച്ചിട്ട് നിങ്ങളതിലേക്ക് നല്ല രീതിയിലൊന്ന് ഒന്ന് ഒഴിച്ച് മാറ്റി വെക്കുക. ഇപ്പോൾ അരിപ്പ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അരിപ്പയിലാണെങ്കിൽ കുറച്ചുകൂടി ആ ജ്യൂസി കൺസിസ്റ്റൻസി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ അതുകൊണ്ടാണ് ഞാൻ അരിപ്പ വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ ശ്രദ്ധിക്കുക. സോ അതിനുശേഷം ഹെയർ ഫോൾ, ഭയങ്കരമായിട്ട് ഹെയർ ഫാൾ ഉള്ള ആൾക്കാരാണെങ്കിൽ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂള് അതിലേക്ക് ഒരു 1-2 ക്യാപ്സ്യൂളൊക്കെ മതി അതിലേക്ക് സെറ്റ് ചെയ്ത് ഒഴിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ്, ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ്. അലോവേര ജെൽ വളരെ അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നതാണ് അലോവേര ജെല്ല്. സോ നിങ്ങൾക്ക് അലോവേര ജെല്ലും അതിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ കുറച്ചുകൂടി നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഗ്ലോയിങ് ആയിട്ടുള്ള ഒരു മുടി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് ആണിത്. സോ അതിനുശേഷം നമ്മുടെ തലമുടിയിലേക്ക് നല്ല രീതിയിൽ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഡയറക്റ്റായിട്ട് നല്ല രീതിയിൽ മസാജ് ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിപ്പം യൂസ് ചെയ്യുന്നത് ഹെൽത്തി അല്ലാത്ത ഒരു ലോങ് ലെന്ത് ആയിട്ടുള്ള ഒരു മുടിയിലേക്കാണ് ഞാനിത് ആപ്ലിക്കേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഈ മുടി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും കുറച്ചുകൂടി ഡാമേജ് ആയിട്ട് മാത്രമല്ല, കുറച്ചുകൂടി ഹെയർ ഫാൾ വന്നിരിക്കുന്ന മുടിയാണ്. സോ അപ്പം ഇതിലേക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നത് കാണിക്കാൻ പറ്റും. അപ്പോൾ 7 ഡേയ്സ് ആണ് ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഇത് കണ്ടിന്യൂസ് ചെയ്യുന്നത്. സോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. 7 ഡേയ്സ് ചാലഞ്ചാണ്.
7 ഡേയ്സ് ഇത് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യമേ ലെന്തി വേസിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ ബാക്കിയുള്ള സ്കാൽപ്പിലൊക്കെ ഒന്ന് മസാജ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡയറക്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഒരു 30 മിനിറ്റ്സോ അല്ലെങ്കിൽ ഒരു 1 ഹവറെങ്കിലും സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള ഗുണങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. സോ അത് മാത്രമല്ല, സ്കിന്നിൽ അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ ബാക്കി വരുന്ന ജെല്ല് നിങ്ങൾക്ക് ലെങ്ത് വൈസിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് ബാക്കി വരുന്ന ജെല്ല് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സ്കിന്നിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. സ്കിന്നിൽ അപ്ലൈ ചെയ്ത് ഒരു 15 മിനിറ്റ്സ് വെച്ചതിന് ശേഷം വാഷ് ഔട്ട് ചെയ്യാവുന്നതാണ്. സോ ഇപ്പം ഇത് ശ്രദ്ധിക്കുക. അപ്പോൾ 1 ഹവർ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ സാധാരണ തണുത്ത വെള്ളത്തിൽ തല കഴുകുക. ഷാമ്പു യൂസ് ചെയ്യാൻ പാടില്ല. 7 ഡേയ്സിലും ഷാമ്പു യൂസ് ചെയ്യാണ്ട് വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് 7 ഡേയ്സ് അപ്ലൈ ചെയ്ത് നോക്കുക. നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും. സോ ഇതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ബാക്കിയുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ മാജിക്കൽ ഹെയർ ലെങ്ത് വീഡിയോ. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. സ്റ്റിൽ ദെൻ ബൈ ബൈ.